2020 ലോകകപ്പിൽ സ്കോട്ട്ലൻഡിനെതിരെ ഓസ്ട്രേലിയ വിജയത്തിനായി പൊരുതുകയാണ്. 181 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 3 വിക്കറ്റിന് 74 റൺസ് പിന്നിട്ടു. കായിക ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു വിശദാംശങ്ങളുമായി. ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ്കെൻ. സൂപ്പർ 8ലേക്ക് കടക്കാൻ ടീമുകളെല്ലാം തന്നെ വലിയ പോരാട്ടത്തിലാണ്. ഇതിനോടകം തന്നെ ഇന്ത്യയും അമേരിക്കയും അടക്കമുള്ള ടീമുകൾ, വെസ്റ്റ് ഇൻഡീസ് ഉൾപ്പെടെയുള്ള ടീമുകളൊക്കെ തന്നെ മുന്നേറിക്കഴിഞ്ഞു. ഇനി അറിയാനുള്ളത് ഓസ്ട്രേലിയയ്ക്ക് പിന്നാലെ ആ ഗ്രൂപ്പിൽ നിന്ന് ആര് കടക്കുമെന്ന് അറിയാനാണ്. നിർണായകമായ ഒരു പോരാട്ടം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓസ്ട്രേലിയയും സ്കോട്ട്ലാൻഡും തമ്മിൽ. സ്കോട്ട്ലാൻഡിനും വലിയ പ്രതീക്ഷയിലാണ്. അവർക്ക് ഒരുപക്ഷെ ഈ മത്സരം ജയിക്കാനായാൽ ഇംഗ്ലണ്ട്, നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ മറികടന്നുകൊണ്ട് സൂപ്പർ 8ലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതിന് പറ്റിയൊരു ഏതാണ്ട് ഭേദപ്പെട്ട ഒരു സ്കോർ തന്നെയാണ് ഓസ്ട്രേലിയ എന്ന കരുത്തർക്ക് മുന്നിൽ സ്കോട്ട്ലാൻഡ് വെച്ചത്. 5 വിക്കറ്റ് നഷ്ടത്തിൽ 180 റൺസ് എന്നുള്ളത്. ഓസ്ട്രേലിയ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഓസ്ട്രേലിയയെ തുടക്കത്തിൽ തന്നെ അവരുടെ 3 വിക്കറ്റ് എടുത്ത ഓസ്ട്രേലിയയെ പ്രതിരോധത്തിലാക്കാനും ഇപ്പോൾ സ്കോട്ട്ലാൻഡിന് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 100 റൺസ് പിന്നിട്ടിരിക്കുകയാണ് ഓസ്ട്രേലിയ. ഇനിയും അവർക്ക് 37 പന്തിൽ 70-ലധികം റൺസാണ് വേണ്ടത്. അവരുടെ ഏറ്റവും 2 ബെസ്റ്റ് ബാറ്റ്സ്മാൻമാർ തന്നെയാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. അവരുടെ പ്രധാന ടൂർണമെൻറ്റുകളിലൊക്കെ തന്നെ ഏറ്റവും മികവുറ്റ രീതിയിൽ കളിക്കുന്ന ട്രാവിസ് ഹെഡും ഒപ്പം തന്നെ മാർക്കസ് സ്റ്റോയിനിസുമാണ് ഇപ്പോൾ 4ാം വിക്കറ്റിൽ ഇപ്പോൾ പൊരുതിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ടീമിനെ ജയത്തിലേക്ക് എത്തിക്കാനാവുമോ എന്നുള്ളതാണ് കരുതേണ്ടത്. ഏറ്റവും ഒരുപക്ഷെ ഈ 2 ടീമുകളെക്കൊപ്പം തന്നെ ഈ മത്സരം ഉറ്റുനോക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് കൂടിയാണ്. അവരുടെ ചിരവൈരികളായ ഓസ്ട്രേലിയ ഈ മത്സരം ജയിക്കേണ്ടത് അനിവാര്യമാണ്. അത്തരത്തിലാണ് ഇംഗ്ലണ്ട് ടീം ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. സ്കോട്ട്ലാൻഡിനെതിരെ ഓസ്ട്രേലിയ ജയിച്ച് അവർക്ക് കൂടി സൂപ്പർ 8ലേക്ക് മുന്നേറാമെന്ന പ്രതീക്ഷയിലാണ് ഇംഗ്ലണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്കോട്ട്ലാൻഡ് എന്തായാലും സമീപകാലത്തൊക്കെ തന്നെ ഇംഗ്ലണ്ടിന് വലിയ രീതിയിൽ പണി കൊടുത്തിട്ടുള്ള ഒരു ടീമാണ്. അവരുടെ മുൻകാല ടൂർണമെൻറ്റുകളിലൊക്കെ തന്നെ ഇതിലും പണി കൊടുക്കുമോ എന്നാണ് നമ്മൾ ഇനി അറിയാൻ കാത്തിരിക്കുന്നത്. മത്സരം മുറുകുകയാണ്. ആരായിരിക്കും ഈ ഗ്രൂപ്പിൽ നിന്ന് ഓസ്ട്രേലിയക്ക് പിന്നാലെ 2ാം സ്ഥാനക്കാരായി സൂപ്പർ 8ലെത്തുക എന്നറിയാൻ ഇനി ഏതാനും നിമിഷങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. എസ്കെ. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്.